എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. 105 ശ്ലോകങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് 106-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. കൂകി കോഴി വനാന്തരേ വിറകുമായി നിന്നന്നു രാവേ, തഥാ കൂകി കോകിലവാണിമാർ കുജതടേ മേ വീടുമന്നാളിലും. കൂകും കോഴികൾ തമ്മിലുള്ള സുഹൃതം ശൗരേ, പറഞ്ഞിടുവാനാകുന്നീല ചരാചരങ്ങളിലുമുണ്ടത്യന്തഗത്യന്തരം. വനാന്തരേ വിറകുമായി നിന്ന അന്നും രാവിലെ കോഴി കൂകി എന്നാണ് പൂന്താനം പറയുന്നത്. സാന്ദീപനി മഹർഷിയുടെ പത്നി കുചേലനും കൃഷ്ണനും ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തിന് പോയ ആ സമയത്ത് ഒരു ദിവസം പറഞ്ഞു, കാട്ടിപ്പോയി കുറച്ച് വിറക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഇവരോട്, കുചേലനോടും കൃഷ്ണനോടും. അങ്ങനെ അവർ വിറകിന് പോയി വിറകൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോരാൻ നോക്കുമ്പോൾ സാധിച്ചില്ല. പെരുമഴയായിരുന്നു. ഗംഭീര മഴ കാരണം ആ വനത്തിൽ പെട്ടുപോയി എന്നാണ്. വനാന്തരേ വിറകുമായി നിന്ന അന്നു രാവേ എന്നാണ്. വനമധ്യത്തിൽ അകപ്പെട്ടു. അന്ന് രാത്രിയിലും കോഴി കൂകി എന്നാണ് പൂന്താനം പറയണത്. തഥാ കൂകി കോകിലവാണിമാർ കുജതടേ മേ വീടുമന്നാളിലും. തഥാ അതുപോലെ തന്നെ കൂകി കോഴി കൂവി എന്ന് കുയിൽവാണിമാരായ ഗോപികമാരുടെ കൂടെ സുഖിച്ച് അങ്ങനെ കഴിയുന്ന ആ രാവുകളിലും കോഴി കൂവി എന്നാണ്. കൂകും കോഴികൾ തമ്മിലുള്ള സുഹൃതം പറഞ്ഞിടുവാനാകുന്നില്ല എന്ന്. ഓരോരോ ജീവികൾ തമ്മിൽ ഉള്ള മുജ്ജന്മ കർമ്മഫലം അദൃശ്യങ്ങളാണ്. മുജ്ജന്മ കർമ്മ ഫലങ്ങൾ അദൃശ്യങ്ങളാണ്. അത് നമുക്ക് അനുഭവിക്കുമ്പം മനസ്സിലാവില്ല. ആ സുഹൃതം ഇത് മുജ്ജന്മകർമ്മത്തിൽ കർമ്മം കൊണ്ടുള്ള സുഹൃതമാണ് നമ്മൾ ഇടയ്ക്ക് പറയുകയൊക്കെ ചെയ്യും അല്ലേ. അത് അദൃഷ്ടാണ് എന്നാണ് പറയണത്. അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല കൃഷ്ണ ശൗരേ എന്നാണ് പൂന്താനം പറയണത്. അതുപോലെ ചരാചരങ്ങളിലുമുണ്ട് അത്യന്തഗത്യന്തരം. പ്രപഞ്ചത്തിലെ ഓരോ ചരങ്ങളായ ഓരോ വസ്തുക്കൾക്കും ഗതി വ്യതിയാനങ്ങളുണ്ട് എന്നാണ് പറയണത്. ഭഗവാനെ ദ്വേഷിച്ചവരുണ്ട്, പേടിച്ചവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്, സൗഹൃദം ഉണ്ടായിരുന്നവരുണ്ട്, അതുപോലെ ഭക്തി ഉണ്ടായിരുന്ന പുത്രവാത്സല്യത്തോടെ സ്നേഹിച്ചിട്ടുണ്ട്. ദേവകി വസുദേവരും യശോദയും നന്ദഗോപരും അവർക്കൊക്കെ പുത്രനായിരുന്നു അല്ലേ. ഇങ്ങനെ ഓരോരോ ഭാവത്തിൽ ഭഗവാനെ ഭജിച്ചവർക്കൊക്കെ അവരുടെ മുജ്ജന്മ കർമ്മ ഫലത്തിനനുസൃതം ആയിട്ടുള്ള ഭഗവത് സ്മരണ അവയോടെ ഭഗവാനെ സേവിച്ച് അവർ കൈവല്യം നേടി എന്നാണ് പൂന്താനം പറയണത്. അടുത്ത ശ്ലോകം നോക്കാം. കാരാഗൃഹത്തിൽ നരപാലർ പറഞ്ഞ വാക്കും ശ്രീനാരദോക്തിയുമതിൽ കരണീയമാദൗ. ശ്രീമാനുടുദ്ധവരോടങ്ങിനെയെന്നതേകും പ്രേമാതുരം തിരുമുഖം തവ കൺമനോ ഞാൻ. ജരാസന്ധൻ്റെ കാരാഗൃഹത്തിൽ പെട്ടിട്ട് ഒരുപാട് നാട്ടുരാജാക്കന്മാർ കഴിയുന്നുണ്ടായിരുന്നു. അവർ ഒരു ദിവസം എങ്ങനെയോ അവർക്കൊരു ദൂതനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ സാധിച്ചു. ആ ദൂതൻ കൃഷ്ണനോട് പോയി പറഞ്ഞു, ഇങ്ങനെ കുറേ നാട്ടുരാജാക്കന്മാരുണ്ട് ജരാസന്ധൻ്റെ കാരാഗൃഹത്തിൽ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് ദൂതൻ മുഖേന അറിയിച്ചു കൃഷ്ണനെ. ആ സമയത്ത് തന്നെ ശ്രീനാരദർ വന്നിട്ട് യുധിഷ്ഠിരൻ രാജസൂയ യാഗം നടത്തുന്നുണ്ട്. അതിൽ ഭഗവാനും ഉണ്ടാവണം എന്ന് ഭഗവാനോട് വന്ന് ശ്രീനാരദരും ഉണർത്തിച്ചു. അത് രണ്ടും ഒരേ സമയത്തായി എന്നാണ് പറയണത്.
അപ്പോൾ അവ രണ്ടിലും ആദൗ കരണീയം, ആദ്യം ഏതാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ ഉദ്ധവരോടാണ് ഭഗവാൻ ചോദിച്ചത്. ഉദ്ധവോ ബുദ്ധിസത്തമ എന്നാണ്. ഏറ്റവും ബുദ്ധിമാനാണ് ഉദ്ധവൻ. ഭഗവാന്റെ മന്ത്രിയാണ് ഉദ്ധവർ. ഇതെങ്ങനെ വേണം, അതെങ്ങനെ വേണം, ഇതെങ്ങനെ വേണം എന്നൊക്കെ ഭഗവാൻ ഉദ്ധവരോട് അഭിപ്രായം ചോദിച്ച് ആ ഉദ്ധവർ പറഞ്ഞതുപോലെ തന്നെയാണ് ഭഗവാൻ പ്രവർത്തിച്ചത് എന്നാണ് പറയണത്. ശ്രീമാനോട് ഉദ്ധവരോട് എങ്ങനെയെന്നതേകും പ്രേമാതുരം തിരുമുഖം. ഉദ്ധവർ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഉദ്ധവർ. അങ്ങനെയുള്ള ആ ഉദ്ധവർ പറഞ്ഞതിനനുസരിച്ചാണ് ഭഗവാൻ പ്രവർത്തിച്ചത് എന്നാണ് പറയണത്. ശ്രീമാൻ എന്ന ഒരു പദം കൊണ്ട് ഭഗവാൻ ഉദ്ധവരെ വിശേഷിപ്പിക്കുന്നത് ത്വം ഹി ന പരമം ചക്ഷു സുഹൃൻ മന്ത്രാർത്ഥതത്വവിൽ എന്നാണ്. ഉദ്ധവരോട് പറയും ഭഗവാൻ, അങ്ങാണ് എൻ്റെ ദിവ്യനേത്രം, പരമസുഹൃത്ത്, മന്ത്രി സത്തവനും ഒക്കെ അങ്ങാണ് എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ പ്രേമാതുരം, പ്രേമവാത്സല്യത്തോടെ തുളുമ്പുന്ന, പ്രേമവാത്സല്യം ഈ യുധിഷ്ഠിരനോടും ഉണ്ട്. യുധിഷ്ഠിരനെ ഓർത്തുള്ള പ്രേമമുണ്ട്, ഉദ്ധവരോടുള്ള പ്രേമമുണ്ട്. അതുപോലെ കാരാഗ്രഹത്തിൽ കഴിയുന്ന ആ രാജാക്കന്മാരുടെ ഓർത്തുള്ള ഒരു വ്യാകുലത, അവരോടുള്ള കാരുണ്യം ഒക്കെ സ്ഫുരിക്കുന്ന ആ തിരുമുഖം, അതൊന്ന് ഞാൻ എന്ന് കാണും എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആ വാത്സല്യവും സ്നേഹവും അതുപോലെ കാരുണ്യവും ഒക്കെ തുളുമ്പുന്ന ഭഗവാന്റെ തിരുമുഖം ഞാൻ എന്ന് കാണും എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. അടുത്ത ശ്ലോകം 108 ശ്ലോകമാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്രപ്രിയസുതനെ നിനച്ചുള്ളൊരൗത്സുക്യവേഗാൽ വന്നിട്ട ഭീമനാലെ മഗധപതിയെയും കൊന്നു നാടും ജയിച്ചാൻ. ധന്യാത്മാ രാജസൂയം നരപതിപത സാധിച്ചതും ധർമ്മജന്താൻ ഒന്നായി ചൈദ്യനപ്പോൾ മധുമഥന ഭവാനോടതും കൈതൊഴുന്നേൻ. ഇതിൽ 3 പേരെ, 2 പേരെ ജയിച്ചത് പറയുന്നുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്രപ്രിയസുതനെ നിനച്ച്, ഇന്ദ്രപ്രിയസുതൻ ആരാ? അർജുനൻ. ഇന്ദ്രപ്രസ്ഥത്തിൽ അർജുനനെ വിചാരിച്ചിട്ടുള്ള ഒരു ധൃതി ഭഗവാന് അതോർത്തിട്ട് ഔത്സുക്യവേഗാൽ എന്ന് പറഞ്ഞാൽ ഉത്സാഹം കൊണ്ട് ഉണ്ടായ ഒരു ധൃതി. അങ്ങനെ ഓടി വന്നു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. മുമ്പേ പറഞ്ഞല്ലോ രാജസൂയം നടത്താൻ പോവുകയാണ് എന്ന്. അതിനുവേണ്ടി ഭഗവാൻ ഓടി വന്നു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എന്നാണ് പറയണത്. ആ അച്ഛൻ പെങ്ങളുടെ മക്കളോടുള്ള ആ വാത്സല്യം ഭഗവാൻ എത്രയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അവർ വിളിക്കുമ്പോഴോ വിളിക്കാതെയും ഒക്കെ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ഓടിയെത്താം. അവരുടെ അടുത്ത്, അവരെവിടെയാണെങ്കിലും അവരുടെ അടുത്ത് ഓടിയെത്തും. അങ്ങനെയാണ് ഭഗവാൻ. അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നിട്ട് ആ യുധിഷ്ഠിരൻ്റെ രാജധാനിയിൽ എത്തിയിട്ട് ആ ഭീമനാലെ, ജരാസന്ധനോട് തുല്യ ബലം ഉള്ള ആളാണ്, അതിനേക്കാളും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഭീമൻ. ഗദായുദ്ധ പാടവം ഭീമന് നല്ലോണം ഉണ്ടല്ലോ. അപ്പോൾ ഭീമനെ കൊണ്ട് ആണ് ജരാസന്ധനെ കൊല്ലിച്ചത്. അത് 28 ദിവസം ദ്വന്ദ്വയുദ്ധം ചെയ്തു രണ്ടാളും കൂടി, ഭീമനും ജരാസന്ധനും കൂടി. എങ്ങനെ നോക്കിയിട്ടും ഈ ഭീമന് ജരാസന്ധനെ കൊല്ലാൻ സാധിച്ചില്ല. അവസാനം വ്യംഗ്യം കാണിച്ചു ഭഗവാൻ. ഒരില കീറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ഭഗവാന്. അത് പറഞ്ഞാൽ അത് ഫലിക്കില്ല എന്നാണ് പറയണത്. വാക്കുകൊണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ വേണം എന്ന് വാക്കാൽ പറഞ്ഞു കൊടുത്താൽ അത് ഫലിക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ ആദ്യം 2 കാല് പിടിച്ച് ആന പട്ട ചീന്തണ പോലെ വലിച്ചു കീറി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് രണ്ടും പിന്നെയും വന്നു ചേർന്നു. എന്നിട്ട് പിന്നെയും യുദ്ധം ചെയ്യുക ജരാസന്ധൻ. അപ്പോൾ ജര ആണ് ഈ
ജരയാൽ സന്ധിക്കപ്പെട്ടവനായതുകൊണ്ടാണ് ജരാസന്ധൻ എന്ന പേര് വന്നത്. ആ ജരാസന്ധൻ്റെ എങ്ങനെ കൊല്ലണം എന്നുള്ളത് ഭീമനെ സൂചിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആണ് ഭീമൻ ജരാസന്ധനെ കൊല്ലണത്. പിന്നെ നാടും ജയിച്ചാൻ ജരാസന്ധൻ തടവിൽ വച്ചിരുന്നവരെയെല്ലാം മോചിതരാക്കി യുധിഷ്ഠിരനെ സേവിച്ചു എന്ന് പറഞ്ഞ് ജരാസന്ധൻ്റെ തടവറയിൽ കിടന്ന ആ രാജാക്കന്മാരുടെ കാര്യം മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെയൊക്കെ മോചിപ്പിച്ചു ഭഗവാൻ എന്നാണ് പറയണത്. അതുപോലെ ധന്യാത്മാ നരപതി ധർമ്മജൻ, താൻ സുഹൃതം ചെയ്ത രാജാവാണ് ആ ധർമ്മപുത്രർ. പാണ്ഡവന്മാരിലെ മൂത്ത പുത്രനായ ധർമ്മപുത്രർ. രാജസൂയം യാഗം വേണ്ടുമണ്ണം കഴിപ്പിച്ചത് ഭഗവാനാണ് എന്നാണ് പറയുന്നത്. ആ അവസരത്തിൽ തന്നെ ജരാസന്ധനെ മാത്രമല്ല, ചേദിപനായ ആ ശിശുപാലനെയും ഭഗവാൻ കൊന്നു. ശിശുപാലൻ ആരായിരുന്നു? അത് പണ്ട് സനകാദികളുടെ ശാപം കിട്ടി ജയവിജയന്മാർക്ക് ഇല്ലേ? ആ കഥ എല്ലാവർക്കും അറിയുണ്ടാവും. സനകാദികൾ വൈകുണ്ഠത്തിൽ ഭഗവാനെ ദർശിക്കാനായിട്ട് വന്നപ്പോൾ തടഞ്ഞു. അപ്പോൾ അവർക്ക് കാമാനുജൻ വന്നു. കാമത്തിൻ്റെ അനുജനാരാ? ക്രോധം. കാമത്തിൻ്റെ അനുജനാണ് ക്രോധം. അപ്പോൾ കാമാനുജൻ വന്നു എന്നാണ് ഭാഗവതത്തിൽ പറയണത്. അപ്പോൾ ആ ക്രോധം വരാൻ പാടില്ലാത്തതാണ്, മുനിമാരല്ലേ. അപ്പോൾ വന്നു. അപ്പോൾ അതൊക്കെ ആ സമയത്തിൻ്റെ ഇതുകൊണ്ടാണ്. അങ്ങനെ അവരെ ശപിച്ചു സനകാദികൾ. മനുഷ്യജന്മായിട്ട് പോട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ മനുഷ്യനായിട്ട് വന്ന ആളാണ് ശിശുപാലൻ. ജയനായിരുന്നു ശിശുപാലൻ. ശിശുപാലന് 100 അപരാധം ഞാൻ ക്ഷമിക്കും, 101ാമത്തേത് ഞാൻ ക്ഷമിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. സ്വന്തം അച്ഛൻ പെങ്ങളുടെ ആയിട്ടാണ് ശിശുപാലൻ ജനിച്ചത്. ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ മകനായിരുന്നു. അങ്ങനെ ശിശുപാലന് കൃഷ്ണനെ കണ്ണെടുത്താൽ കാണാൻ പാടില്ല. അങ്ങനെ എപ്പോഴും കുറ്റം പറയും, കന്നാലി ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ശിശുപാലൻ 100 അപരാധം പറഞ്ഞു കഴിഞ്ഞ ഉടനെ 101ാമത്തെ അപരാധം പറയാൻ കഴുത്തിന് മുകളിൽ തലയുണ്ടായില്ല എന്നാണ് പറയണത്. ഭഗവാനെ ഈ രാജസൂയ യാഗത്തിൻ്റെ സമയത്ത് അഗ്രപൂജ നടത്തുമ്പോൾ ആ സമയത്താണ് ശിശുപാലൻ വാ കൂട്ടാതെ ഭഗവാനെ കുറ്റം പറഞ്ഞത്. അങ്ങനെ ആ ശിശുപാലനും മോക്ഷം കൊടുത്തു എന്നാണ് പറയണത്. ഇങ്ങനെയൊക്കെയുള്ള ആ മധുമഥന, ആ യാഗം നടത്തിക്കൊടുത്ത അഗ്രപൂജ സ്വീകരിച്ച ശിശുപാലന് മോക്ഷം കൊടുത്ത ആ ഭഗവാനെ കൈതൊഴുന്നേൻ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഇതുപോലെ ഇത്രയും കാര്യങ്ങളാണ് പറയണത്. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.